നമസ്കാരം. ഞാൻ ഡോക്ടർ ജിഷ വി. കീഹോൾ ക്ലിനിക് എടപ്പള്ളിയിലെ കൺസൾട്ടന്റ് ഫാമിലി ഡോക്ടറാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഈ ഇൻഹേലർ. ഒരുപാട് പേർക്ക് പേടിയുള്ള ഒരു സംഭവമാണ് ഇൻഹേലർ. എന്താണ് ഇൻഹേലർ? ഇൻഹേലർ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവാം, എന്തൊക്കെ ദൂഷ്യങ്ങൾ ഉണ്ടാവാം? ഇൻഹേലർ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് എന്താണ് ഇൻഹേലർ? ഈ ഇൻഹേലർ എന്ന് പറയുന്നത് 2-3 തരത്തിലുണ്ട്. ബട്ട് പ്രധാനമായിട്ടും നമ്മളുടെ ശ്വാസകോശ രോഗങ്ങൾക്കുള്ള ഒരു മരുന്ന്. അതൊരു വളരെ എന്താ പറയാ സൂക്ഷ്മമായിട്ടുള്ള അളവിൽ നേരിട്ട് ശ്വാസകോശത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഇൻഹേലർ. അപ്പൊ അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഒരു മരുന്ന് നമ്മൾ വായിൽ കൂടെ കഴിച്ചിട്ട്, അത് ഇപ്പൊ ലങ്സിലാണ് നമുക്കൊരു അസുഖമുള്ളത്, ശ്വാസകോശ അസുഖങ്ങൾക്കാണ് ഇൻഹേലർ ഉപയോഗിക്കുന്നത്. അപ്പൊ ലങ്സിലേക്ക് ഈ മരുന്ന് എത്തണമെങ്കിൽ നമ്മളത് വായിൽ കൂടെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ വായിൽ കൂടെ കഴിച്ച് അത് നമ്മളുടെ രക്തത്തിലെത്തി, രക്തത്തിൽ നിന്ന് കഴിക്കുന്ന മരുന്നിന്റെ ഒരംശം മാത്രമാണ് നമ്മുടെ ലങ്സിലെത്തുന്നത്. ആ എത്തുന്ന അംശം കൊണ്ട് എഫക്ട് ഉണ്ടാവാൻ വേണ്ടി അപ്പൊ നമ്മൾ വായിൽ കൂടെ കഴിക്കുമ്പോൾ നമുക്ക് വലിയൊരു അളവിലുള്ള മരുന്ന് കഴിക്കേണ്ടി വരും. ഇൻഹേലേഴ്സ് എന്താ ചെയ്യുന്നത്? നമുക്ക് വായല്ലാതെ നേരിട്ട് ശ്വാസകോശത്തിലേക്ക് ഒരു വഴിയുണ്ട്. അതാണ് നമ്മളുടെ ശ്വാസം. അപ്പോൾ ഈ മരുന്നിന്റെ വളരെ ചെറിയൊരളവ് തന്നെ നേരിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുകയാണ് ഇൻഹേലർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ 1000-1 മൈക്രോഗ്രാമിലുള്ള ഡോസുകളാണ് ഇൻഹേലറിനകത്തുള്ളത്. അത് നമ്മൾ ഡയറക്റ്റ് നമ്മളുടെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഡോസ് കുറയ്ക്കുക എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അത് മാത്രമല്ല, പെട്ടെന്ന് തന്നെ എഫക്ട് വരുന്നു. വായിക്കൂടെ കഴിക്കുന്ന മരുന്ന് അവിടെ ചെല്ലാനുള്ള സമയത്തിന്റെ കുറവ് നമുക്ക് അതിന്റെ ഇടയ്ക്ക് നമുക്ക് ബൈപ്പാസ് ചെയ്യാം. നേരിട്ട് മരുന്ന് എവിടെയാണോ ആക്ട് ചെയ്യേണ്ടത് അവിടത്തേക്ക് നേരിട്ട് ചെല്ലുകയും അതുകൊണ്ട് എഫക്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സിംറ്റംസ് കുറയുന്നു. ഇത് മാത്രമല്ല, ഇത് എന്താ പറയുക, ഡോസ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിന്റെ എഫക്ട് കിട്ടിയില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനും പറ്റുന്നു. ഇപ്പൊ ഇൻഹേലേഴ്സിൽ കോമൺ ആയിട്ട് കാണുന്നത് കാനിസ്റ്റർ ഉള്ള മീറ്റേർഡ് ഡോസ് ഇൻഹേലർ എന്ന് പറയുന്ന ഇൻഹേലർ ആണ്. ഇതിൽ ഒരു മരുന്ന് ഒരു എയറോസോൾ ഫോം, നമുക്ക് ശ്വസിക്കാൻ പറ്റുന്ന പാർട്ടിക്കിളിന്റെ വലിപ്പത്തിലുള്ള ഫോമിൽ ഈ മെഡിസിൻ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നു. ഇതിൽ 2 തരം മെഡിസിൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ മെഡിസിൻ. ഒന്ന് ബ്രോങ്കോ ഡയലേറ്റർ. ആസ്മയ്ക്ക് വേണ്ടി സാധാരണഗതിയിൽ ആസ്മയ്ക്കോ COPD-ക്കോ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ആസ്മയിലും COPD-യിലും നമ്മളുടെ ശ്വാസനാളം ചുരുങ്ങുന്നത് കൊണ്ട് ഈ ശ്വാസനാളം വികസിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രോങ്കോ ഡയലേറ്റർ മരുന്നുകളാണ്. അതാണ് ആസ്താലിൻ, വെൻഡോളിൻ എന്നൊക്കെ പറയുന്ന മരുന്നുകൾ. ഇതിനകത്ത് ഈ ബ്രോങ്കോ ഡയലേറ്റർ മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിക്കുമ്പോൾ അപ്പൊ തന്നെ ഈ ചുരുങ്ങിയ ശ്വാസനാളം വികസിക്കുകയും ആസ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗിക്ക് പെട്ടെന്ന് ശ്വാസം എടുക്കാൻ പറ്റുകയും ചെയ്യും. രണ്ടാമതുള്ളത് ഇൻഹെയിൽഡ് സ്റ്റിറോയിഡുകളാണ്. ഇൻഹെയിൽഡ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എന്ന് പറയും. അതിനകത്തുള്ളത് വളരെ ചെറിയ മൈക്രോഗ്രാം ഡോസുകളിലുള്ള സ്റ്റിറോയിഡ് മരുന്നുകളാണ്. ഈ സ്റ്റിറോയിഡ് എന്ന് പറയുന്നത് ഗ്ലൂക്കോകോർട്ടിക്കോസ്റ്റീറോയിഡ് എന്ന് പറയും. നമ്മളുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ്. അതിന്റെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫോമിൽ വളരെ ചെറിയ ഡോസിൽ മൈക്രോഗ്രാംസിൽ ഈ മരുന്ന് നമ്മളുടെ ശ്വാസനാളത്തിലേക്ക് എത്തുമ്പോൾ എയർവേ റിയാക്ടിവിറ്റി എന്ന് പറയും. അവിടെയുള്ള ആ അലർജി ഉണ്ടാക്കുന്ന ഘടകങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ലോങ് ടേമിൽ നമ്മൾ ഈ സ്റ്റിറോയിഡുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ എയർവേക്ക് അലർജി കാരണം ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ അത് എന്താ പറയുക തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയും അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും പറ്റും. മൂന്നാമത്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള കോമ്പിനേഷനുള്ള ഇൻഹേലറുകളും ഉണ്ട്. ഇത് മീറ്റർ ഡോസ് ഇൻഹേലർ. രണ്ടാമതെന്ന് പറയുന്നത് ഇത് എയറോസോൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ പൗഡർ ഫോമുകളിലുള്ള ഡ്രൈ പൗഡർ ഇൻഹേലർ എന്നുണ്ട്. അതിനകത്ത് മരുന്നുകൾ ഇത് തന്നെയാണ്, പക്ഷെ അത് സ്പ്രേയോ മിസ്റ്റോ ആയിട്ടല്ല വരുന്നത്. പകരം ഒരു പൊടിയായിരിക്കും. അതിലൊരു ഗുളിക ഉണ്ടാവും. ഈ ഗുളികയ്ക്കകത്ത് പൊടി ഉണ്ടാവും. അത് നമ്മൾ റോട്ടാ ക്യാപ്പിലോ അല്ലെങ്കിൽ അത് പല പല ഡിവൈസുകളുണ്ട്. ഈ ഡിവൈസിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു ഡിവൈസാണ്. ഇത് രണ്ടിലും മരുന്നുകൾ ശ്വാസകോശത്തിലേക്ക് എത്തുന്നത് ഒരേ രീതിയിലാണ്, അതിന്റെ എഫക്റ്റ് ഒരേ രീതിയിലാണ്. അത് യൂസ് ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പൊ ഇൻഹേലർ ആണെങ്കിൽ നമ്മളത് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഡീപ്പായിട്ട് ബ്രെത്ത് എടുക്കണം. അപ്പൊ ആ പ്രസ്സിങ് ചെയ്യുന്നതും ബ്രീത്ത് എടുക്കുന്നതും തമ്മിലുള്ള കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ മറ്റേ റോട്ടാ ക്യാപ്പ് അല്ലെങ്കിൽ പൗഡർ ഇൻഹേലറുകളാണെങ്കിൽ നമ്മൾ ശ്വാസം എത്ര ആഴത്തിലെടുക്കുന്നോ അത്രയും മരുന്ന് മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുള്ളൂ. ഇത് രണ്ടിന്റെയും പ്രധാനമായിട്ടുള്ള പ്രയോജനങ്ങൾ: ഡോസ് കുറവ്, പെട്ടെന്നുള്ള ആക്ഷൻ, പിന്നെ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. നമുക്ക് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ മാതിരി അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായിരുന്ന അപ്പൊ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് നേരം ഇതിന്റെ എഫക്റ്റ് നിൽക്കുന്നില്ല. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യുന്നു.
അപ്പോൾ ഇതാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ. ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? ഇതുകൊണ്ടുണ്ടാകുന്ന ഏക പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൽ സ്റ്റിറോയിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന മരുന്നുകളാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഉടനെ തന്നെ വൃത്തിയായിട്ട് വായും തൊണ്ടയും കഴുകണം, അല്ലെങ്കിൽ പല്ല് തേക്കണം. കാരണം ഇതിന്റെ തരികൾ തൊണ്ടയിലോ വായിലോ പറ്റി പിടിച്ചിരുന്നാൽ അവിടെ ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പല ആൾക്കാർക്കുമുള്ള പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ഈ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇത് വേണ്ടിവരും, ഇത് ഉപയോഗിച്ചാൽ ഒരിക്കലും നിർത്താൻ പറ്റില്ല, ഇതിന് അഡിക്ഷൻ ആവും എന്നൊക്കെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഇതിന്റെ ആവശ്യം വരുന്ന ഈ അസുഖം അത് നമുക്ക് പലപ്പോഴും മൊത്തത്തിൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമായിരിക്കില്ല. ആസ്മയാണെങ്കിലും COPD ആണെങ്കിലും ഒക്കെ. അപ്പൊ ഈ ലോങ് ടേമിൽ ഈ മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടുന്നുണ്ട്. നമ്മൾ വളരെ മിതമായ സൈഡ് എഫക്റ്റുകൾ കൊണ്ട് തന്നെ അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടുമ്പോൾ ആൾക്കാർ അത് ലോങ് ടേം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഇത് ഉപയോഗിച്ചുകൊണ്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നം ഉണ്ടാവുകയില്ല. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഉണ്ടാവുന്നതല്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടർ എപ്പോഴെങ്കിലും ഇൻഹേലർ വേണമെന്ന് സജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ പേടികൾ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാവുന്ന സംശയങ്ങളേ ഉള്ളൂ. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആകെ കാര്യം എന്ന് വെച്ചാൽ അതിന്റെ യൂസിങ് ടെക്നിക്ക് കറക്റ്റ് ആയിരിക്കണം. ഓരോ തരം ഇൻഹേലേഴ്സിനും ഓരോ രീതിയുണ്ട് ഉപയോഗിക്കാൻ. ചിലപ്പോൾ ചില ഇൻഹേലർസ് പ്രത്യേകിച്ചും ഈ എന്താ പറയുക MDI നമ്മൾ ശ്വാസത്തിന്റെ കൂടെ വലിക്കേണ്ടത് ഇടയ്ക്ക് ഉപയോഗിക്കാൻ പാടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു സ്പേസർ വെച്ചിട്ടായിരിക്കും അത് കൊടുക്കുന്നത്. അങ്ങനെ അതിന്റെ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ കറക്റ്റായി പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കൂട്ടം മരുന്നുകളാണ് ഇൻഹേലേഴ്സ്.